നമസ്കാരം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും ഭയാനകവുമായ പാരനോർമൽ പ്രതിഭാസങ്ങളിലൊന്നാണ് അനബെല്ല. ഇന്ന് കണക്റ്റിക്കട്ടിലെ വാറൻ ഒക്കൽസ് മ്യൂസിയത്തിലെ ഒരു ഗ്ലാസ് കൂട്ടിനുള്ളിൽ വിശുദ്ധ മന്ത്രങ്ങളാൽ തളച്ച ഒരു പാവയാണ് അനബെല്ല. എന്നാൽ ആ ചില്ലുകൂടിന് പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന കഥകൾ ഏതൊരു ധൈര്യശാലയും വിറപ്പിക്കാൻ പോകുന്നതാണ്. 1970 ഒരു അമ്മ തൻ്റെ മകൾ ഡോണയ്ക്ക് നൽകിയ ജന്മദിന സമ്മാനമായിരുന്നു ആ പാവ. നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ ഡോണ തൻ്റെ സുഹൃത്തായ ആൻജിയോടൊപ്പം താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ പാവയെ കൊണ്ടുവന്നത്. തുടക്കത്തിൽ അത് വെറുമൊരു കളിപ്പാവ മാത്രമായിരുന്നു. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ ഡോണയും ആൻജിയും അവിശ്വസനീയമായ ചില കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. പാവ തനിയെ ചലിക്കാൻ തുടങ്ങി എന്നതായിരുന്നു ആദ്യത്തെ ഞെട്ടിക്കുന്ന സത്യം. രാവിലെ കട്ടിലിൽ വെച്ച് പോകുന്ന പാവ വൈകുന്നേരം തിരിച്ചെത്തുമ്പോൾ ലിവിംഗ് റൂമിലെ സോഫയിലോ കിച്ചണിലെ തറയിലോ ഇരിക്കുന്നത് അവർ കണ്ടു. ചിലപ്പോൾ മുട്ടുകുത്തി നിൽക്കുന്ന നിലയിലോ കൈകൾ പിണച്ചുവെച്ച രീതിയിലോ ആണ് അനബെല്ല പ്രത്യക്ഷപ്പെട്ടത്. പാവയുടെ ചലനങ്ങൾ വെറും ഭ്രമമാണെന്ന് വിചാരിച്ചവർക്ക് മുന്നിൽ അടുത്ത തെളിവ് പ്രത്യക്ഷപ്പെട്ടു. വീടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടലാസ് കഷ്ണങ്ങൾ ലഭിക്കാൻ തുടങ്ങി. അതിൽ പെൻസിൽ കൊണ്ട് ഹെൽപ്പസ് എന്ന് എഴുതിയിരുന്നു. ഏറ്റവും വിചിത്രമായ കാര്യം, ആ വീട്ടിൽ എവിടെയും ലഭ്യമല്ലാത്ത പാച്ച്മെൻറ്റ് പേപ്പറുകളിലായിരുന്നു ഈ സന്ദേശങ്ങൾ എഴുതപ്പെട്ടിരുന്നത്. ഒരു ദിവസം പാവയുടെ കൈകളിലും നെഞ്ചിലും രക്തം പോലെയുള്ള ചുവന്ന ദ്രാവകം കണ്ടതോടെ ഡോണയും സുഹൃത്തുക്കളും ഭയത്തിൻ്റെ നിഴലായി. ഒരു കളിപ്പാവയ്ക്ക് എങ്ങനെ രക്തം വാർക്കാൻ കഴിയും? ഈ ചോദ്യത്തിന് ഉത്തരം തേടി അവർ ഒരു മീഡിയത്തെ സമീപിച്ചു. മീഡിയ നടത്തിയ ആത്മീയ സംവാദത്തിൽ തെളിഞ്ഞത് ആ അപ്പാർട്ട്മെൻറ്റ് നിർമ്മിക്കുന്നതിന് മുമ്പ് അവിടെ മരിച്ച അനബെല്ല ഹിഗിൻസ് എന്ന 7 വയസ്സുകാരിയുടെ ആത്മാവാണ് ആ പാവയിൽ കുടികൊള്ളുന്നത് എന്നാണ്. തനിക്ക് അവിടെ സുരക്ഷിതമായി ഇരിക്കണമെന്നും പാവയിൽ വസിക്കാൻ അനുവാദം നൽകണമെന്നും ആത്മാവ് ആവശ്യപ്പെട്ടു. പാവത്തോടുള്ള സഹതാപം കാരണം ഡോണയും ആൻജിയും അതിന് അനുവാദം നൽകി. എന്നാൽ അതൊരു വലിയ ചതിയുടെ തുടക്കമായിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോയത് ലൂയി എന്ന സുഹൃത്തിന് നേരെ ആക്രമണം ഉണ്ടായപ്പോഴാണ്. പാവയെ വെറുത്തിരുന്ന ലൂയി ഒരു രാത്രിയിൽ ഉറക്കത്തിനിടയിൽ അദൃശ്യമായ കൈകളാൽ ശ്വാസം മുട്ടിക്കപ്പെട്ടു. അവൻ്റെ നെഞ്ചിൽ 7 ആഴത്തിലുള്ള പോറലുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ടതോടെയാണ് പ്രശസ്ത പാരാനോർമൽ വിദഗ്ധനായ എഡ് വാറനും ലൊറൈൻ വാറനും സ്ഥലത്തെത്തുന്നത്. വാറൻ ദമ്പതികളുടെ നിഗമനം ഞെട്ടിക്കുന്നതായിരുന്നു. ഒരു മനുഷ്യൻ്റെ ആത്മാവല്ല ആ പാവയിലുള്ളത്, മറിച്ചൊരു പൈശാചിക സാന്നിധ്യമാണ്. ആത്മാക്കൾക്ക് ഒരു വസ്തുവിൽ അധികകാലം നിലനിൽക്കാൻ കഴിയില്ല. അവർക്ക് വേണ്ടുന്നത് ഒരു മനുഷ്യ ശരീരമാണ്. ഡോണയുടെ സഹതാപം മുതലെടുത്ത് ആ പാവയിലൂടെ വീട്ടിൽ ആധിപത്യം സ്ഥാപിക്കാനും പതുക്കെ ഡോണയുടെ ശരീരത്തിൽ പ്രവേശിക്കാനുമായിരുന്നു ആ ശക്തിയുടെ നീക്കം. വാറൻ ദമ്പതികൾ പാവയെ അവിടെ നിന്നും മാറ്റാൻ തീരുമാനിച്ചു. ആ പാവയുമായുള്ള യാത്രയും ഭീകരമായിരുന്നു. അവർ സഞ്ചരിച്ചിരുന്ന കാറിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെടുകയും സ്റ്റിയറിംഗ് തനിയെ തിരിയുകയൊക്കെ ചെയ്തു. ഒടുവിൽ വിശുദ്ധജലം തളിച്ച് മന്ത്രങ്ങൾ ചൊല്ലിയാണ് അവർ ആ ശക്തിയെ താൽക്കാലികമായി ശാന്തനാക്കിയത്. ഇന്ന് അനബെല്ല വാറൻ മ്യൂസിയത്തിലെ ഒരു പ്രത്യേക പെട്ടിയിലാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഒരു പുരോഹിതൻ വന്ന് ഈ പെട്ടിക്ക് ചുറ്റും പ്രാർത്ഥനകൾ നടത്തുന്നു. അനബെല്ലയെ പരിഹസിച്ചവർക്കും ആ ചില്ലുകൂട്ടിൽ തട്ടിയവർക്കും പിന്നീട് മാരകമായ അപകടങ്ങൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഒരിക്കൽ മ്യൂസിയം സന്ദർശിച്ച ഒരാൾ അനബെല്ലയെ കളിയാക്കി പുറത്തിറങ്ങിയ ഉടനെ തന്നെ മോട്ടോർ സൈക്കിൾ അപകടത്തിൽ മരിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട്. അനബെല്ല വെറും ഒരു പാവയാണോ അതോ പൈശാചികതയുടെ പ്രതീകമാണോ എന്ന് ശാസ്ത്രത്തിന് ഇപ്പോഴും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനെ ശാസ്ത്രം തള്ളിക്കളയുമ്പോഴും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ അനബെല്ലയുടെ കഥയിൽ ഭയപ്പെടുന്നു. ചില്ലുകൂടിനുള്ളിൽ നിശബ്ദയായിരിക്കുമ്പോഴും അവളുടെ ആ കണ്ണുകൾ നമ്മെ നിരീക്ഷിക്കുന്നുണ്ടോ എന്ന് പലരും സംശയിക്കുന്നു. ഈ ലോകത്ത് നാം കാണുന്നതിനപ്പുറം ഭയാനകമായ ചില ശക്തികളുണ്ടെന്നും അവ ചിലപ്പോൾ ഒരു നിഷ്കളങ്കമായ പാവയുടെ രൂപത്തിൽ നമ്മുടെ വീടുകളിലും എത്താമെന്നും അനബെല്ലയുടെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ ചില്ലുകൂടിന് മുകളിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെ തുറക്കരുത്. വാണിംഗ്, പോസിറ്റീവ്ലി ഡു നോട്ട് ഓപ്പൺ. വെബ് ഡെസ്ക് തത്തുമൈ TV.